ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി മുട്ടക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മുട്ടക്കറിയാണിത്. നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതുവരെ ഇങ്ങനെ മുട്ടക്കറി ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കിത് ചപ്പാത്തിക്കാണെങ്കിലും വെള്ളയപ്പത്തിനാണെങ്കിലും പത്തിരിക്കാണെങ്കിലും അങ്ങനെ ഒരുവിധം എല്ലാ പലഹാരങ്ങൾക്കും ചേരുന്നൊരു കറിയാണിത്. അതുകൂടാതെ ചോറിന് വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ മുട്ടകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് ചെയ്താൽ ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇതുപോലെ കീറിട്ടിട്ട് വേണം ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഈ മസാലകളൊക്കെ മുട്ടയുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. ഇതുപോലെ തിരിച്ചിട്ട് വേണം മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ട നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. അടുത്തതായി ഇതേ എണ്ണയിലേക്ക് ചെറിയ ജീരകവും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിവിടെ രണ്ടും 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണിത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ കറിവേപ്പില കൂടി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇഞ്ചി ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. അടുത്തതായി അതിലേക്ക് 4-5 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് 3 പച്ചമുളക് മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും നന്നായി വഴണ്ട് വന്നാൽ ഇതിലേക്ക് മുറിച്ചു വെച്ച സവാള ചേർക്കാം. ഇവിടെ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സവാളയും ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് മുറിച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇതുപോലുള്ള 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്തത്. നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഏതൊരു വിഭവവും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തക്കാളി ഇവിടെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് മുട്ടക്കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി അതിലേക്ക് ഒരു 8 മുതൽ 10 വരെ കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിലും കുറവ് മുളക് പൊടി,
ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്ര ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഒരു 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലെങ്കിലും ഈ മസാലപ്പൊടികൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമുണക്കെ മാറി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ നല്ല കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷവും 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് മല്ലിയില മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കണം. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ജസ്റ്റ് ഒരു തവണ തിളച്ച് വന്നാൽ നമുക്കിതിനെ അടുപ്പിൽ നിന്നും മാറ്റാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് നോക്കണം. എരിവ് കുറവാണെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധികം കട്ടിയുള്ള കറിയല്ല ഇത്. നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ രീതിയിലുള്ള കറിയാണിത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.